അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ ആദ്യം നമ്മൾ ചെയ്യണത് നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖത്തുള്ള അഴുക്കുകളെല്ലാം ഞാൻ തന്നെ തുടച്ച് കളയുക. കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ലിപ് ബാമേ ഉള്ളൂ, പ്രത്യേകിച്ച് അങ്ങനെ അഴുക്കൊന്നുമില്ല. കുറച്ച് ലിപ് ബാമിൻ്റെ ഇത് കാണാം. ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ്. രണ്ടിത് അത് കുറച്ചെടുത്ത് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യും. വളരെ കുറച്ച് പ്രോഡക്റ്റ്. എനിക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് വരെ മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻസ് ഒന്നും ഉപയോഗിക്കത്തില്ലടാ. നോർമലി മേക്കപ്പ് ചെയ്യത്തുള്ളൂ. എനിക്കത് ചേരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഇടും. പിന്നെ നമ്മുടെ ന്യൂട്രിഗ്ലോയുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം, അതൊരു SPF 40 ഉണ്ട്. അതൊരു ഇത്രയേ അളവെടുക്കും. എന്നിട്ടത് മുഖത്തും കയ്യിലൊക്കെ ആണല്ലോ ആദ്യം ബാക്കിയിരുന്നെല്ലാം കയ്യിൽ നമ്മൾ തൂത്തു. എനിക്കിത് നല്ലൊരു സൺസ്ക്രീനായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ള ക്രീംസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നല്ല കേക്കി ആയിട്ട് തോന്നും. പക്ഷേ ഇത് അത്ര കേക്കി ആയിട്ടൊന്നും തോന്നത്തില്ല. നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങ് അബ്സോർവ് ചെയ്ത് നല്ലൊരു ഒന്നും നമ്മൾ മുഖത്തിട്ടതായിട്ട് തോന്നത്തേയില്ല. അപ്പം ഞാനിപ്പോൾ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമാണ് യൂസ് ചെയ്തത്. ഇനി ഞാൻ ചിലപ്പം, എപ്പോഴുമില്ല, ചിലപ്പം ഉപയോഗിക്കുന്നതാണ് ഈ വൈറ്റോൺ എന്ന് പറയുന്ന ഈ ക്രീം. അത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പൊടി അത്ര മാത്രം എടുക്കും. എന്നിട്ട് അതിൽ ഈ 3 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ മുഖത്ത് ചെയ്യാറ്, എപ്പോഴും തന്നെ ചെയ്യാറ്. കുളിച്ചിട്ട് വന്നിട്ടും നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇത്രയും കാര്യം, നമ്മൾ ഫ്രഷായിട്ട് കുളിച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇത്രയും കാര്യം ഞാൻ ചെയ്തിരിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പുറത്തോ ഫംഗ്ഷനോ പോവുകയാണെങ്കിൽ ഇത്തിരി ബ്ലഷ് ഇടും, അത്രേ ഉള്ളൂ. പിന്നെ ലിപ് ബാം, നമ്മുടെ നിവ്യയുടെ ലിപ് ബാമാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ലിപ് ബാം. എനിക്കും പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. നമുക്കൊരു കളറ് കിട്ടുകയും ചെയ്യും, എന്നാൽ ലിപ്സ്റ്റിക് ഇട്ട പോലെ തോന്നത്തുമില്ല. പിന്നെ ചുണ്ട് നല്ല മോയ്സ്ചറൈസർ ആക്കി വെക്കുകയും ചെയ്യും. കാണാൻ പറ്റുന്നുണ്ട്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടും, കണ്ടോ? ഇത്രയേ ഉള്ളൂ. പിന്നെ കണ്ണെഴുതും. കണ്ണ് ഓൾറെഡി ഞാൻ രാവിലെ എഴുതിയതാണ്. കണ്ണെഴുതും. അത് നമ്മുടെ ഫേസസ് കാനഡയുടെ ഐലൈനർ വെച്ച് കണ്ണെഴുതും. പിന്നെ മസ്കാര, സിസ് ബ്യൂട്ടിയുടെ മസ്കാര, ഇത് രണ്ടും ഉപയോഗിക്കും. ഇത് രണ്ടും ഓൾറെഡി ഞാൻ രാവിലെ എഴുതിയത് ഞാൻ തുടച്ചില്ല. കാരണം എനിക്ക് ഈ ഫോണിൽ നോക്കിയിട്ട് ഈ കണ്ണെഴുതുക മസ്കാര എഴുതാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് രണ്ടും ചെയ്യും. പിന്നെ ഐബ്രോ എന്ന് പറയുന്നത് ഫില്ല് ചെയ്യാറില്ല, കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പം ത്രെഡ് ചെയ്യാത്ത ഐബ്രോ, ഒരു ഷേപ്പ് ഇല്ലാതിരിക്കുന്ന ഐബ്രോ ആകുമ്പോൾ ഫില്ല് ചെയ്താൽ ഒരു ഭംഗിയും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ചീവി ഒന്ന് ഷേപ്പാക്കി വെക്കുക എന്നല്ലാതെ അത് ഫില്ല് ചെയ്യാൻ ഞാൻ പോകത്തില്ല, അങ്ങനെ തന്നെ വിട്ടേക്കും. പിന്നെ നമ്മുടെ ഐടെക്സിൻ്റെ നമ്പർ 8, ഈ ഒരു കുഞ്ഞ പൊട്ടും കൂടെ തൊടും. പൊട്ട് ഇഷ്ടമനുസരിച്ച് ചിലപ്പം കളർ പൊട്ടുകൂടെ ഇഷ്ടമുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ സിന്ദൂരം ഇടും. പിന്നെ മുടി കെട്ടുക എന്ന് പറഞ്ഞാൽ
ഇപ്പം മുടി കെട്ടുന്നത് വളരെ ഈസി, കാരണം ജസ്റ്റ് ഒരു സ്മൂത്ത് ആൻഡ് സ്ട്രക്ചർ ആക്കിയതുകൊണ്ട് തന്നെ ഇതിന് വലിയ പണിയില്ല. നേരത്തെ എൻ്റെ മുടി ഭയങ്കര ഫ്ലെക്സി ആയിട്ടുള്ള കുറച്ച് ചുരുണ്ട മുടിയായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ കെട്ടിയാലും നമുക്കത് ചേരാത്തതുപോലെ ഒരുമാതിരി പറന്നങ്ങനെ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഇതും ചീവി ജസ്റ്റ് ഒരു ക്ലിപ്പോ എന്തെങ്കിലും അത്രയേ ഉള്ളൂ. ഇത്രയും വളരെ പെട്ടെന്ന് നിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.